ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് മാർച്ച് 31, നാളെ ഏപ്രിൽ 1. അപ്പൊ മെയ് 2 തീയതിയാണ് ഫസ്റ്റ് ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ കേൾക്കുന്നവരെല്ലാം തന്നെ മെയ് 2 തീയതി നമുക്ക് എക്സാം ഉണ്ട് എന്ന് വിശ്വസിച്ച് തന്നെ ഇന്ന് തൊട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ ഒരു 30 ദിവസം കൊണ്ട് പ്രിലിംസ് എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാം, ഇത് എല്ലാവരും പറയുന്നത് പോലെ തന്നെ പറയുന്നതല്ല. കുറച്ചും കൂടെ നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന ഒരു 3 പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. 30 ദിവസം കൊണ്ട് ഒരു സ്മാർട്ട് വർക്കിലൂടെ നമുക്കിപ്പോ ഇത്രയും മാർക്ക് നേടിയിട്ട് എങ്ങും പോകാനില്ലല്ലോ, ജസ്റ്റ് ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് മെയിൻസ് ഏത് എക്സാം വേണമെന്ന് ഓൾറെഡി എല്ലാവരും തീരുമാനിച്ചിരിപ്പുണ്ടായിരിക്കും. ഇപ്പൊ കമ്പനി ബോർഡൊക്കെ ആണെങ്കിൽ ഒരുപാട് വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് ഇത് ഇനി ഉടനെ വരുന്ന ഒരു അവസരമല്ല നമുക്ക് പെട്ടെന്ന് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഞാനൊരു ഡിഗ്രി പ്രിലിംസിന്റെ സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ചെയ്യുന്നുണ്ട്. 499 രൂപയ്ക്ക് 55 പ്ലസ് ഹോട്ട് ടോപ്പിക്സും കംപ്ലീറ്റ് GK ഇംഗ്ലീഷ് അടങ്ങുന്ന മോക്ക് ടെസ്റ്റുകളുമാണ് നമ്മൾ അതുവഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, പഠിക്കുക. ഇതിനകത്ത് നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കോഴ്സിനകത്ത്. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് 30 ദിവസം കൊണ്ട് ക്രാഷ് കോഴ്സ് പോലെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. PDF നോട്ട് അതുപോലെ തന്നെ ക്ലാസ്സും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കൊരു 30 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇനി ഈ 30 ദിവസത്തിനകത്ത് നമുക്ക് ഫുൾ സിലബസ് തീർക്കുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഇന്ന് തൊട്ട് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈ ഈൽഡ് ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്യുക. ഹൈ ഈൽഡ് ഏരിയാസ് എന്ന് പറയുമ്പം ഈ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന +2 ലെവൽ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്, ഫോർ എക്സാമ്പിൾ പൊളിറ്റി, ജോഗ്രഫി ബേസിക്സ്, ഹിസ്റ്ററി, അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റഡ് ടോപ്പിക്സിനെ ഫോക്കസ് ചെയ്യുക. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം, പുതിയ SCERT ടെക്സ്റ്റ് ബുക്കാണ് 8 മുതൽ 12 വരെയുള്ള സോഷ്യൽ സയൻസ്. വേറെ ഒന്നും നോക്കിയില്ലെങ്കിൽ സാരമില്ല. സോഷ്യൽ സയൻസ് പ്രത്യേകിച്ച് 9ഉം 10ഉം ക്ലാസ്സിലോട്ടൊക്കെ വരുമ്പോൾ 2 സെക്ഷൻസ് ആയിട്ടാണ്. അതായത് സോഷ്യൽ സയൻസ് 1 പാർട്ട് 2 അങ്ങനെയുണ്ട്. അങ്ങനെ 4 പുസ്തകങ്ങളാണ്. 4 പുസ്തകങ്ങൾക്കകത്തും നമ്മുടെ സിലബസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, എക്കണോമിക്സ് ആയിക്കോട്ടെ, സിവിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, എല്ലാം 9, 10ന്റെ ഈ 4 പുസ്തകങ്ങൾ വെച്ചിട്ട് അങ്ങനെ 8 പുസ്തകങ്ങൾക്കകത്തുണ്ട്. 8ാം ക്ലാസ്സിന്റെ 2 പുസ്തകങ്ങൾ. അങ്ങനെ 8, 9, 10 പുതിയ SCERT ഒഴിവാക്കരുത്. വേണ്ട ചാപ്റ്റേഴ്സ് മാത്രം അവിടെ കിടപ്പുണ്ട്. അതുകൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുക. +1 ജോഗ്രഫി, അതുപോലെ തന്നെ +1, +2 കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ തന്നെ നമുക്ക് വേണ്ട പോയിന്റ്സ് കിടപ്പുണ്ട്. PSC അത് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം പഠിക്കാൻ നിൽക്കേണ്ട. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 8 to 12നകത്ത് വേണ്ട ചാപ്റ്റേഴ്സ് മാത്രമായിരിക്കണം. കുറെ പേർക്ക് അത് അറിയാം ഏതൊക്കെയാണെന്ന്. ഇനി അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. വേണ്ട ടോപ്പിക്സ് സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങളെ മാത്രം ഡീപ്പായിട്ട് പഠിക്കുക. എല്ലാം കൂടെ പഠിക്കാതിരിക്കുക. അതാണ് ഒന്നാമത് വേണ്ട ഒരു ക്ലാരിറ്റി നമുക്ക് വേണം ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പറയും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒഴിവാക്കരുത്. ഞാനും അത് ഉറപ്പിച്ചു പറയുന്നു. അതിനകത്ത് മലയാളത്തിനും ഇംഗ്ലീഷിനും 30 മാർക്കിലെ മലയാളവും ഇംഗ്ലീഷും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പലരും മാത്സിന് കുറച്ച് പുറകോട്ടായിരിക്കും. ഈ 30 ദിവസം കൊണ്ട് മാത്സിന്റെ കംപ്ലീറ്റ് ട്രിക്കും നോക്കി ചെയ്ത് പഠിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. എന്നാൽ ഇംഗ്ലീഷും മലയാളവും ആണെങ്കിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഒരു 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാമെങ്കിൽ കുറച്ചെങ്കിലും മാർക്ക് അവിടെ സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കും. സോ കൂടുതൽ ഫോക്കസ് പോവേണ്ടത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന GKയും ഇംഗ്ലീഷും മലയാളവും ആയിരിക്കണം. ദെൻ ഡെയിലി മോക്ക് ടെസ്റ്റ്, റാപ്പിഡ് റിവിഷൻ സൈക്കിൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെയാണ് നമ്മുടെ മാർക്ക് ഇംപ്രൂവ് ആവാൻ പോകുന്നത്. അതായത് ഡെയിലി ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്തു നോക്കുക. അതുപോലെ അതിൽ നിന്നും നമുക്ക് മിസ്റ്റേക്കുകൾ മനസ്സിലാവും. ഇപ്പം ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം കോഴ്സിൽ ജോയിൻ ചെയ്ത ചിലർ എന്നോട് പറയാറുണ്ട്, ഞാൻ ആൻസർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഏതാണ് തെറ്റ്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ചിലത് ഞാൻ കാണാതെ പോകും. ഇത് തന്നെ ഞാൻ എക്സാം ഹാളിലും ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പലർക്കും പല ആൻസേഴ്സും തെറ്റാറുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാനായിട്ട് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്ത് നോക്കാം. ഇതൊരു റിവിഷൻ മെത്തേഡും കൂടെയാണ്. ഓരോ ദിവസവും നമുക്ക് തെറ്റ് വന്നിരിക്കുന്ന ഏരിയ അതാത് ദിവസം തന്നെ
ശരിയാക്കി മുന്നോട്ട് പോവുക. അടുത്തത് മൈക്രോ നോട്ടാണ്. ഇനി നമുക്ക് എന്താണ്, മുഴുവനായിട്ട് നോട്ട് എഴുതി പഠിക്കാൻ ഒന്നും നേരമില്ല. അതുകൊണ്ട് തന്നെ മൈക്രോ നോട്ട്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ റിവിഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ ഡേ 1 സ്റ്റഡി, ഡേ 2 ക്യൂക്ക് റിവിഷൻ, ഡേ 5 ആവുമ്പോൾ പിന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഈ പഠിച്ച സാധനങ്ങൾ തന്നെ ഡേ 10 ആവുമ്പോൾ ഫൈനൽ റിവിഷനിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ ഒരു 1 പേജ് നോട്ട് പെർ ടോപ്പിക് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട്. അപ്പൊ എല്ലാ നോട്ടും കൂടെ എഴുതി വെക്കാൻ ശ്രദ്ധിക്കാതെ കീവേഡ്സും ഫാക്റ്റുകളും ട്രിക്കുകളും മാത്രം നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് മിസ്റ്റേക്കുകളാണ് പറയുന്നത്. പുതിയൊരു ബുക്കിലേക്ക് ഫോക്കസ് ചെയ്യുക. പുതിയ ബുക്കിലേക്ക് ഇപ്പൊ പോവാ, അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ റീഡിങ്ങിലേക്ക് പോവുക, അതൊന്നും നിങ്ങൾ ചെയ്യണ്ട. അതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ കാണാൻ പോകണ്ട. ഈ 30 ദിവസം കൊണ്ട് പലരുടെയും ക്ലാസ്സുകളിലേക്കും അല്ലെങ്കിൽ പലരുടെയും നോട്ട്സിലേക്കും പോവാതിരിക്കുക. അതുപോലെ മാക്സിമം MCQs യൂസ് ചെയ്യുക. ഇപ്പൊ ഒരു ക്ലാസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളവർ അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എല്ലായിടത്തും പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണോ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിന് മാത്രം, ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട് മാത്രമായിട്ട് കാര്യമില്ല. ഏത് ക്ലാസ്സിലാണോ നിങ്ങൾ ഇപ്പൊ തുടരുന്നത് അവിടെ തന്നെ തുടരുക. അഥവാ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ മാത്രം പോവുക. അതുകൊണ്ട് ഈ പറഞ്ഞ പുതിയ ബുക്കുകളിലേക്ക്, സ്റ്റാൻഡേർഡ് ബുക്സ് ഒന്നും വായിച്ചു തീർക്കാൻ നമുക്ക് നേരെയില്ല. പുതിയ മെറ്റീരിയൽസിലേക്കൊന്നും പോകണ്ട. ഓൾറെഡി ഉള്ള മെറ്റീരിയൽസ് തന്നെ ഉപയോഗിക്കുക. ഈ പറഞ്ഞ SCERT ഉറപ്പായിട്ടും വിടാതിരിക്കുക കേട്ടോ. SCERTയിൽ സ്റ്റിക്ക് ചെയ്യുക. NCERT നോക്കുക. ഒരുപാട് ക്ലാസ്സുകളിലേക്ക് പോവാതിരിക്കുക. MCQs ഉറപ്പായിട്ടും വായിക്കുക. ഓക്കെ, MCQs ഇടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുക. ദെൻ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 30-35 ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം ലഭിക്കണം. അതിനകത്ത് 30-35 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അറിയണം. 15 മുതൽ 20 എലിമിനേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു 50 to 20 ക്വസ്റ്റ്യൻസും 30 to 35 ഷുവർ ക്വസ്റ്റ്യൻസ്. അത് എവിടെ നിന്ന് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, GK ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 50+ മാർക്ക് അച്ചീവബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഏരിയയിലേക്ക് നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുന്ന ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുക. അവിടെ ഒരു 30-35 ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ പിന്നെ ആ 35 ക്വസ്റ്റ്യൻസ് എഴുതിയതിനു ശേഷം, അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻ എഴുതിയതിനു ശേഷം 15 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് എലിമിനേഷനിലൂടെ കറക്റ്റ് ആക്കാൻ പറ്റണം. ഗസ് വർക്ക് ഒഴിവാക്കുക. അങ്ങനെ ഒരു 50+ മാർക്ക് നമുക്ക് എങ്ങനെങ്കിലും നേടാൻ കഴിയുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി 30 ദിവസം കൊണ്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ഇത് പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം ഇന്ന് തൊട്ട് തന്നെ പുതിയ SCERT കാര്യങ്ങളും മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓൾറെഡി ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ പോകുന്നവരാണെങ്കിലും മാക്സിമം ആ കോഴ്സിനകത്തുള്ള കണ്ടന്റ് യൂസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് എഴുതുക. അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും PSCയുടെയും മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.